നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വിട എന്ന ഒരു ചെറുകഥയാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സ്ക്രീനിൽ ഇരട്ട വേഷങ്ങളിൽ ആടിത്തിമർത്ത ആ 25-കാരി ജീവിതത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ തനിച്ചായിരുന്നിരിക്കണം. സാന്ത്വനം എന്ന പരമ്പരയിലെ കനകയായും ദുർഗയായും കാണികളെ വിസ്മയിപ്പിച്ച നന്ദിനി ഇനി ഒരു ഓർമ്മ മാത്രം. പക്ഷേ അവൾ സ്ക്രീനിൽ ബാക്കി വെച്ചു പോയ ആ വാക്കുകൾ നമ്മെ പൊള്ളിക്കുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ ഉയരങ്ങൾ കീഴടക്കാൻ കൊതിച്ച ആ പെൺകുട്ടിക്ക് മുന്നിൽ ഒരു വൻ മതിൽ പോലെ നിന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള വിവാഹ സമ്മർദ്ദമായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെയും കരിയറിനെയും സ്നേഹിച്ച അവൾക്ക് മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരുമെന്ന ചിന്ത താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീർപ്പുമുട്ടിക്കുന്ന ഇഷ്ടങ്ങൾ, സ്നേഹത്തിൻ്റെ പേരിൽ നാം നൽകുന്ന സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ജീവനെടുക്കുന്ന കുരുക്കായി മാറും എന്നതിന് നന്ദിനി ഒരു വലിയ ഉദാഹരണമാണ്. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ബാലചന്ദ്രൻ അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് മോഹിച്ചു. അയാൾ മധ്യസ്ഥരെ വിട്ടു. അവൾ പറ്റില്ല എന്ന മറുപടി കൊടുത്തു വിട്ടു. തോൽക്കാൻ മനസ്സില്ലാത്ത അയാൾ നേരെ വീട്ടുകാരെ സമീപിച്ചു. വീട്ടുകാർക്ക് കണ്ണഞ്ചിക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ അയാളുടെ വലയിൽ വീഴ്ത്തി. പിന്നെ അവരുടെ ഊഴം ആയിരുന്നു നന്ദിനിയുടെ മേലുള്ള സമ്മർദ്ദം. കണ്ണുനീർ കൊണ്ടും ശാസന കൊണ്ടുമൊക്കെ അവളെ മാനസികമായി പീഡിപ്പിച്ചു. കല്യാണം കഴിഞ്ഞും അഭിനയം തുടരുന്നതിൽ തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് ബാലചന്ദ്രൻ പലതവണ നന്ദിനിയോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നതാണ്. എന്നാൽ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു അയാളുടെ പിന്നീടുള്ള പ്രവൃത്തികൾ. വിവാഹം കഴിഞ്ഞതോടെ ബാലചന്ദ്രൻ നന്ദിനിയോട് പക തീർക്കുന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അവളുടെ പുറകെ നടക്കേണ്ടി വന്നത് അയാൾക്ക് വലിയ അപമാനമായി തീർന്നു. പിന്നെ അവളെ അഭിനയത്തിന് വിട്ടില്ല. അതിൻ്റെ പേരിൽ തല്ലും വഴക്കും മാനസിക പീഡനവും തുടർക്കഥയായി മാറി. എന്തിനു പറയുന്നു, അയാൾ നന്ദിനിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ കഥ മാറി. സഹികെട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ ഒരു രാത്രിയിൽ അയാൾ അവളുടെ തലമുടി കൂട്ടിപ്പിടിച്ച് അവളെ തല്ലുകയും തല ഭിത്തിയിൽ കൊണ്ട് ഇടിക്കുകയുമൊക്കെ ചെയ്തു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും പിറ്റേന്ന് രാവിലെ അവളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടാണ് ലോകമറിയുന്നത്. പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ മരണം ആത്മഹത്യയായി മാറി. അവൾ കടുത്ത വിഷാദത്തിൻ്റെ നിഴലിൽ ആയിരുന്നിട്ടും അത് തിരിച്ചറിയാനോ അവൾക്ക് താങ്ങാവാനോ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അതാണ് സത്യം. ഒടുങ്ങാത്ത പോരാട്ടം. 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് തൻ്റെ മരണം കൊണ്ട് മാത്രമേ ഈ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിതയാകാൻ കഴിഞ്ഞുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സാമൂഹിക സ്ഥിതിയുടെ തോൽവി തന്നെയാണ്. നാട്ടുകാരും സീരിയൽ ലോകവും ഒന്നടങ്കം വേദനയോട് ആ വീട്ടിലേക്ക് ഒഴുകുമ്പോൾ ഒരു കാര്യം മാത്രം ബാക്കിയായി നിന്നു. വിവാഹമെന്നത് ജീവിതത്തിൻ്റെ അവസാനമാണോ? ഒരിക്കലുമല്ല. അത് ജീവിതത്തിൻ്റെ ഒരറ്റം മാത്രമാണ്. സ്വന്തം മക്കളുടെ സ്വപ്നങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മാതാപിതാക്കൾക്ക് നന്ദിനിയുടെ ജീവിത ദുരിതം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ. നിൻ്റെ പുഞ്ചിരിയും അഭിനയവും എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും നന്ദിനി. പക്ഷെ നിൻ്റെ ഈ മടക്കം ഒരു നോവായി എന്നെന്നും കാലം സൂക്ഷിക്കും. സ്ക്രീനിൽ നീ വിജയിച്ചു, പക്ഷെ ജീവിതത്തിൽ നീ തോറ്റുപോയി. എങ്കിലും നിനക്ക് നിന്നെ സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ കുട്ടി. വിട. അവളുടെ നിർജീവമായ ശരീരം ഒരു നോക്ക് കാണാൻ പോയ ഞാൻ എൻ്റെ മനസ്സിൽ ആത്മഗതം പോലെ ഇത് മന്ത്രിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നല്ലൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.